ഇത് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്. അത് ഈ അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ തന്നെ വ്യക്തമാണ്. ആന ഫഹാദ സനദും മിന്നി ആന. മാത്രമല്ല ഇത് ഒരു വ്യാജനിർമ്മിതമായ സനദാണ് എന്ന് തോന്നുന്നതാണ് ഇവിടെ ഇബാറത്ത്. അല്ലാഹു അലം. സനദും മിന്നി പറഞ്ഞാൽ എന്റെ വകയായിട്ടുള്ളൊരു സനദാണെന്നാ. എന്റെ സനദാണെന്ന് പറയാൻ അറബി പഠിച്ചവരാണ് കുറെ ആൾക്കാർ സനദി എന്നാ പറയേണ്ടത്. ഫഹാദ സനദും മിന്നി, എന്റെ വകയായിട്ടുള്ളൊരു സനദാണ് അന. അനയും കൊണ്ട് കൂടി ഇനി അനയിതാക്കുന്നത്. പിന്നെ അറബി അറിയുന്നവർക്ക് അറിയാം സെനദീന്നാ പറയേണ്ടത്. എന്തായി പറയുന്നത് സുഹൃത്തുക്കളെ, എനിക്ക് ഒരാള് സെനദ് തന്നു. എന്നാൽ അത് എന്റെ സെനദോ തന്ന ഉസ്താദിന്റെ സെനദോ? ആരെ സെനദാ? എന്റെ കയ്യിലുള്ള സെനദ് ഉസ്താദിന്റെ സെനദോ എന്റെ സെനദോ? ആരതാ പറ? എന്റെ സെനദാണ് എനിക്ക് ഉസ്താദ് തരുന്നത്. അപ്പൊ സ്വാഭാവികമായും കൊടുക്കുന്ന ആള് സെനദി എന്ന് പറയാൻ പറ്റുമോ? എന്റെ സെനദ് എന്ന് പറയാൻ പറ്റും. കാരണം മൂപ്പര് മറ്റേ കൊടുക്കല്ലേ. അപ്പൊ കൊടുക്കപ്പെടുന്ന ആള് തന്നെ സെനദ്. ഇപ്പൊ നിങ്ങൾ സെനദ് ദാന സമ്മേളനം എത്ര കാലമായി നടത്തുന്നു? പട്ടിക്കാട് സെനദ് ദാന സമ്മേളനം ഒരു കാലത്തിന് ഇതുവരെ എന്താ സെനദ് എന്ന് പഠിച്ചില്ല. അപ്പോ സെനദ് വാസ്തവത്തിൽ എന്നിട്ട് വ്യാജാണ് എന്നല്ലേ ആ ശൈഖിനെ പറ്റി പറഞ്ഞ്. എന്ത് ഞാൻ തോന്നിയാസോന്ന് എന്റെ കൂടിപ്പോണ്ട. ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ? അതാദ്യം പറയാ, എന്നെ തിരിയാണ്ടായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി ومقيد اسمي هنا لبيانه وإعلانه الدكتور الشيخ أحمد بن النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പരുടെ പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല. അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ ഇങ്ങനെ നസബ പറയാൻ ഞാൻ ആരാണ് എന്നാ ആദ്യം പരിചയപ്പെടുത്തി. എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലേ? അത് വേണല്ലോ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ടേ. ഒരാധാരം അല്ലെങ്കിൽ ഒരു കേസ്, ഒരു ഫയൽ, ഒരു വക്കീലന്മാരുണ്ടാവൂലേ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ? ഒരു കേസ് കൊടുക്കുമ്പോ ആ കേസിന് ആദ്യം ഒന്ന് ടൈറ്റൽ, പിന്നെ ബോഡി, പിന്നെ പ്രയർ. അതെന്താ? ടൈറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ വിഷയം എന്താണ്, ഓക്കെ. രണ്ടാമത്തത് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ അപേക്ഷിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഉണ്ടാവും. അപ്പൊ സെനദ് കൊടുക്കുമ്പോ സെനദ് കൊടുക്കുന്ന ആൾ ആരാണ് എന്ന് ടൈറ്റിൽ പറയാൻ. ആ ടൈറ്റിൽ അദ്ദേഹം പറഞ്ഞു എവിടം വരെ പറഞ്ഞു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി വരെ. ഉപ്പാപ്പമാരിൽ സഹാബി ഉണ്ട്, മൂപ്പര വാപ്പയും സഹാബി. അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പാപ്പമാരെ പേര് അതാ സയ്യിദിന റാഫി ബിൻ മാലിക് ബിൻ അജ്ലാനി സഖി അവ്വൽ മൻ അസ്ലമ മിനൽ അൻസാർ അഹദു സിത്ത അഹദു ലിസനാസർ അഹദു സബഈൻ മിൻ അഹ്ലി ബൈഅത്തിൽ അഖബത്തിൽ ഊലാ വസാനിയ الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الانصار رضي الله عنهم. അൻസാരികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നുഖബാകളിൽ തെരഞ്ഞെടുത്ത ബയ്യത്തുൽ ഉഖബയിലും ബയ്യത്തുൽ ഉലയിലും ബയ്യത്തുൽ അഖബത്ത് സാനിയിലും എല്ലാം പങ്കെടുത്ത പ്രത്യേകം 70 സഹാബത്തിന് പ്രത്യേകത. 12 വേറെ, 6 വേറെ, അതിലൊക്കെ പെട്ട ആളാണ് ഉപ്പാപ്പ. അങ്ങനെ ഉപ്പാപ്പമാരെ നസബ ആദ്യം തന്നെ മഹാനവറുകൾ പറയുകയാണ് സെനദില്. ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ടോ ഇയാളെന്താ പറഞ്ഞേ? ബാപ്പാന്റെ സെനദാണ്. ഇയാളെ കുടുംബത്തിന്റെ കുടുംബത്തിന് ആരെങ്കിലും സെനദ് കൊടുക്കൽ? കുടുംബത്തിന് സെനദ് എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇയാളെ കുടുംബത്തിന്റെ സെനദ് എന്ന് പറയട്ടെ. സെനദേ കുടുംബത്തിന് സെനദുണ്ടോ? ഇയാൾ എന്നെ പറയുന്നുണ്ട് ഇതിൽ മക്കളാണ് സാക്ഷി ഒപ്പിട്ടത് വിശേഷം. അപ്പൊ ബാപ്പ ആരാന്നുള്ളതിന് മക്കൾ സാക്ഷി. എങ്ങനെ ബാപ്പ ആരാന്നുള്ളതിന് മക്കൾ സാക്ഷിയാകുക? നല്ല കോലായി. ബാപ്പ ഇന്നാളാന്നുള്ളത്, ഇന്നാളെ മോനാണ് എന്റെ ഉപ്പ എന്നുള്ളതിന് മോൻ സാക്ഷിയാകുക. അങ്ങനെ മോന് സാക്ഷിയാൻ പറ്റുന്ന സംഗതി അത് എന്തേ പറ്റിപ്പോയത്? ഇരിക്കട്ടെ, എനിക്ക് കേട്ടോളി. അപ്പോ ഇയാൾക്ക് ഇതെന്താ സംഗതി ഇതെന്നെ മനസ്സിലായില്ല.
പണ്ടാര് പറഞ്ഞ പോലെ പണ്ട് ഉമ്മ പറയുന്നുണ്ട്, കുറുക്കൻ ആമനെ കിട്ടിയ പോലെ. കാരണം ഇതെന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ. ഇതുപോലെ ഇവർക്ക് എന്താ സെനത് ഇത് മനസ്സിലായില്ല, ഇതിലെന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല, ഒരു സംഗതി മനസ്സിലായില്ല. ഞാനാണെങ്കിൽ എന്ത് ചെയ്യാനാ, അതുവരെയുള്ള ഞാൻ പരിഭാഷപ്പെടുത്തി കൊടുത്തിരുന്നു. ഇതിങ്ങ് വന്നപ്പോ പിന്നെ എല്ലാ ആലിമികളും വന്നു, ഞാനാണ് അത് വീടല്ലേ, അവിടെ ഞാൻ എല്ലാം മാറി. എന്നാ ഇതിവർ ആദ്യം തന്നെ പറഞ്ഞില്ല, അന്ന് തന്നെ ഞാൻ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നു. ഇരിക്കട്ടെ. ഇനിയോ, ഇനി ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം ശരിക്കും മനസ്സിലാക്കണേ. കൂരിയാട് നദി വായിച്ചത് ഒരു നിലക്ക്, കണ്ണാടിപ്പറമ്പ് വായിച്ചത് വേറെ നിലക്ക്. ഇത് രണ്ടാൾ വായിച്ചതിൽ ഏതാ ശരി? രണ്ടാൾ പറഞ്ഞ അർത്ഥവും രണ്ടിയാൽ ഏതാ ശരി? ഇതിന്റെ മറുപടി സമുദായത്തോട് പറയുന്നു. ഇനി ഇയാള് പറയുന്നുണ്ട്, ഇനി ബാക്കിയുള്ള സാധനം വരും, ഞാൻ സെനത് തീർത്തും വായിച്ചു കൊടുത്തു, എല്ലാ സെനതും ഞാൻ തന്നെ തരൂ. പിന്നെ ഉസ്താദ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനെല്ലാം ഇറങ്ങാത്തത്. എല്ലാവരും ഇവർ 10 സെനത് ഞാൻ തന്നെ കൊടുക്കാം. എനിക്ക് കേട്ടോളി. അടുത്തത് എന്താ സംഗതി അറിയോ? ഇയാള് പറയുന്നില്ല, ഈ കാന്തപത്തിന്റെ കയ്യിൽ ഇത് കിട്ടിയതിന് ഞമ്മക്ക് പൊറുതി കേടൊന്നുമില്ല. ഞങ്ങളെ പിന്നെന്താ പ്രശ്നമുള്ള അയാളെന്നെ പറയാൻ, ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു വാചകം, അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് വരുത്തി തീർക്കുന്ന ഒരു വാചകം. ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ഒരു മുടി വന്നെത്തി എന്നതുകൊണ്ട് നമ്മൾ ഒരു പൊറുതികേടും കാണിക്കേണ്ട ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊറുതിയോട് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ആർക്ക് വേണ്ടി ഈ പൊറുതിയോട് കാണിക്കുന്നത്? മുന്നണിക്ക് വേണ്ടിയാ? അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ ഒരു മുന്നണിയിൽ പങ്കെടുക്കുമ്പോൾ മറ്റേ ആളും കൂടി വോട്ട് ചെയ്യേണ്ടി വരും. ഇത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടി ഒരു പൊറുതിയോട് ആവശ്യമില്ല നിങ്ങൾ പറയും. ഉണ്ടാക്കിയ വള്ളി നിങ്ങൾക്കായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെ ആർക്ക് വേണ്ടി ഈ പൊറുതി ഇടുക? നമുക്ക് സമുദായത്തിന്റെ ചോദ്യമാണ്. ചോദിക്കുന്നത് ഞാനായിപ്പോയി എന്നുള്ളതിന് മറുപടി പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ഇവര് പറയുന്നുണ്ട്, അതെന്താ അതൊന്ന് വെക്കുമ്പോൾ മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സെനത്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സെനത് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സെനത് വായിക്കും. സെനത് വായിക്കും. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, ഖുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ, 34 മുടി. അൽ-ആസാറുൻ നബവിയ്യ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കേടിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. ഇനി പറയട്ടെ, അതാ ഇയാള് കാരണം പറയുന്നുണ്ട് പൊറുതികേടിന്റെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ ഹസ്റജി ഫാമിലിയിൽ ഒരു മുടിയുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് കൊടുത്തു, ഞങ്ങൾക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊന്നുമില്ല. ഇനി സുബ്ഹാനല്ലാഹ്, ഇയാള് പറയുന്നത് കേട്ടോളി, ഈ വായിച്ച സനത് തന്നെ മുടിയുടെ സനതാണ് എന്ന് പറയത്തക്ക രീതിയിൽ ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മുടിയുടെ സനതാണെന്ന് പറയത്തക്ക രീതിയിൽ എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതെന്തേ അവിടെ അങ്ങനെ പറഞ്ഞേ? മുടിയുടെ സനതാണെന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു.